സെക്ഷൽ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്യാനും സെക്ഷൽ ഡിസയർ ഇംപ്രൂവ് ചെയ്യാനും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള സപ്ലിമെൻ്റാണ് മാക്ക റൂട്ട് എന്ന് പറയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോ മാക്ക റൂട്ട് എക്സ്ട്രാക്ട്സിനെ കുറിച്ചാണ്. സയൻറ്റിഫിക്കലി മാക്ക റൂട്ടിന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ഉണ്ട്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഇതിൻ്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ്, ഇത് കഴിക്കേണ്ട റെക്കമെൻഡഡ് ഡോസ് എത്രയാണ്, ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. വെൽക്കം ബാക്ക് ടു ഡോ ഫുഡി. നമുക്ക് തുടങ്ങാം. മാക്ക എന്ന് പറയുന്നത് ഒരു ക്രൂസിഫറസ് വെജിറ്റബിൾ ആണ്. ക്രൂസിഫറസ് ഫാമിലിയിൽ തന്നെയാണ് ക്യാബേജും കോളിഫ്ലവറും ഇത്തരത്തിലുള്ള വെജിറ്റബിൾസ് ഒക്കെ വരുന്നത്. ഇത്തരത്തിലുള്ള ക്രൂസിഫറസ് വെജിറ്റബിൾസിൻ്റെ ബ്രാസിക്കാസിയ ഫാമിലിയിലാണ് മാക്ക എന്ന് പറയുന്ന രണ്ട് ചെടികൾ വരുന്നത്. ഇതിൽ ഒരെണ്ണത്തിൻ്റെ പേര് ലെപ്പിഡിയം മെയിനി എന്നാണ്. ഇത് വൈൽഡ് മാക്കയാണ്. മറ്റൊരെണ്ണം ലെപ്പിഡിയം പെരുവിയാനം ആണ്. ഇതാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് കൃഷി ചെയ്യുന്ന തരത്തിലുള്ള മാക്ക എന്ന് പറയുന്നത്. ചില റെഗുലേറ്ററി ബോഡീസ് പറയുന്നത് ഈ രണ്ട് ചെടികളും ഒന്നാണെന്നാണ്. പക്ഷേ സയൻറ്റിസ്റ്റ് പറയുന്നത് ഈ രണ്ട് ചെടികളും വേറെ വേറെയാണ്. ഇതിൻ്റെ DNA വ്യത്യാസമുണ്ട്, മോർഫോളജിയിൽ വ്യത്യാസമുണ്ട്, രണ്ടിൻ്റെയും ഉപയോഗത്തിലും വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ഈ ചെടീൻ്റെ റൂട്ടാണ് നമ്മൾ സാധാരണ രീതിയിൽ സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറ്. റൂട്ടിന് പലതരത്തിലുള്ള കളേഴ്സ് ഉണ്ടാവാം. അത് ചിലപ്പോൾ റെഡ് ആവാം, ബ്ലാക്ക് ആവാം, പിങ്ക് ആവാം, യെല്ലോ ആവാം. സപ്ലിമെൻ്റ് രൂപത്തിലാക്കുന്നത് ഈ റൂട്ട് പൊടിച്ചിട്ടാണ്. അതായത് ഡ്രൈഡ് മാക്ക റൂട്ട് പൗഡറാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന സപ്ലിമെൻറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഈ ഡ്രൈഡ് പൗഡർ തന്നെയാണ് ചില തരത്തിലുള്ള ഡ്രിങ്ക്സിലും ബെവറേജസിലും ക്യാപ്സ്യൂൾ രൂപത്തിലൊക്കെ അവൈലബിൾ ആക്കുന്നത്. ഇനി എങ്ങനെയാണ് മാക്ക റൂട്ട്സ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൽ ചിലതിൻ്റെ പേര് മാക്രിഡിൻസ് ആണ്, മറ്റു ചിലത് മെക്കൈൻസ് ആണ്. പലതരത്തിലുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്, പലതരത്തിലുള്ള എമൈഡ് ഗ്രൂപ്പ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണമാണ് മാക്കമൈഡ്സ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ആൽക്കലോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂക്കോസിനോലേറ്റ്സ് എന്ന് പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഇതിൻ്റെ റൂട്ടിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. മാക്കയിൽ പലതരത്തിലുള്ള സ്റ്റിറോൾ കോമ്പൗണ്ട്സും അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് ബീറ്റാ സിറ്റോസ്റ്റിറോൾ, ക്യാമ്പസ്റ്ററോൾ അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും ഓരോന്നും കൃത്യമായി എങ്ങനെ വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് മനുഷ്യന്മാരുടെ സെക്ഷൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യാനും ഫെർട്ടിലിറ്റി മെച്ചപ്പെടുത്താനും സെക്ഷൽ ഡ്രൈവ് മികച്ചതാക്കാനും ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും ഇമ്മ്യൂൺ ഫംഗ്ഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. മാക്ക റൂട്ടിൻ്റെ എഫ്രോഡീസിയാക് പ്രോപ്പർട്ടി, അതായത് സെക്ഷൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോപ്പർട്ടി ഹോർമോൺസിൻ്റെ ലെവലിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടല്ല എന്നും ചില സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് മാക്ക റൂട്ടിന് ടെസ്റ്റോസ്ട്രോണും ല്യൂട്ടനൈസിങ് ഹോർമോണും ഈസ്ട്രജൻ പോലത്തെ ഹോർമോൺസിൻ്റെ അളവിൽ മാറ്റം വരുത്തിയിട്ടല്ല ഇതിൻ്റെ എഫ്രോഡീസിയാക് പ്രോപ്പർട്ടി കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇനി മാക്ക റൂട്ടിൻ്റെ ബെനിഫിറ്റ്സിലേക്ക് വരാം. ഇതിൽ ഈ പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് മാത്രമല്ല, പലതരത്തിലുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഇസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ശരീരത്തിൽ പ്രോട്ടീൻസിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് കൂടാതെ പലതരത്തിലുള്ള മിനറൽസും മാക്ക റൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് അയൺ, കാൽഷ്യം. ഏറ്റവും കൂടുതലായിട്ടും മാക്ക റൂട്ട്സ് പോപ്പുലർ ആയിട്ടുള്ളത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെയും സെക്ഷൽ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്ന കാര്യത്തിലാണ്. പക്ഷേ ഇത് തെളിയിക്കുന്ന രീതിയിലുള്ള എവിഡൻസ് വളരെ കുറച്ച് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ചില സയൻറ്റിഫിക് സ്റ്റഡീസിൽ പറയുന്നത് ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെക്ഷൽ ഫംഗ്ഷൻ കുറഞ്ഞു വരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്ക റൂട്ട് എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതാണ്. പുരുഷന്മാരുടെ സിമൻ്റെ കുറച്ച് പാരാമീറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്യാനും സിമൻ്റെ ക്വാളിറ്റി മെച്ചപ്പെടുത്താനും സെക്ഷൽ ഡിസയർ ഇംപ്രൂവ് ചെയ്യാനും മൂഡിലുള്ള മാറ്റങ്ങൾ വരുത്താനും മാക്ക റൂട്ട്സിന് കഴിവുണ്ടെന്നും ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇനി മാക്ക റൂട്ടിൻ്റെ സൈഡ് എഫക്ട്സിലേക്ക് വരാം. ഇത് അധികം ആൾക്കാർക്കും സേഫാണ്. റെക്കമെൻഡ് ചെയ്ത ഡോസിനേക്കാളും കൂടുതൽ കഴിക്കുന്നവർക്ക് മാത്രമേ ചില തരത്തിലുള്ള ഡോസ് റിലേറ്റഡ് സൈഡ് എഫക്ട്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. മാക്ക റൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. പല തരത്തിലുള്ള റൂട്ടിൻ്റെ കളേഴ്സ് ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഇങ്ങനെ മാക്ക റൂട്ടിൻ്റെ കളർ മാറുന്നതിനനുസരിച്ചിട്ടും അതിലടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിൽ വ്യത്യാസങ്ങൾ വരാം, അതിൻ്റെ കോൺസെൻട്രേഷനിൽ വ്യത്യാസം വരാം, അതിൻ്റെ പൊട്ടൻഷ്യൽ ബെനിഫിറ്റ്സിലും വ്യത്യാസങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മാക്ക റൂട്ട്സ് ഉപയോഗിച്ചിട്ടുള്ളത് പെറുവിലാണ്. 1000-ലും കൂടുതൽ വർഷങ്ങളായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത് റോ ആയി, അതായത് പച്ചക്ക് കഴിക്കാൻ പാടുള്ളതല്ല, ബോയിൽ ചെയ്ത് ഡ്രൈ ചെയ്ത് പൊടിച്ചതിന് ശേഷമാണ് മാക്ക റൂട്ട്സ് ഉപയോഗിക്കുന്നത്. ഇത് സപ്ലിമെൻ്റ് മാത്രമായിട്ടല്ല, ഭക്ഷണത്തിലും ഡ്രിങ്ക്സിലും മാക്ക റൂട്ടിൻ്റെ എക്സ്ട്രാക്ട്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മാക്ക റൂട്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പെറുവിയൻ ജിൻസങ് എന്നാണ്. ഇനി മാക്ക റൂട്ടിൻ്റെ ഡോസിലേക്ക് വരാം. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഡോസ് എന്ന് പറയുന്നത് 1500 മില്ലിഗ്രാം മുതൽ 3000 മില്ലിഗ്രാം വരെയാണ്. ഇത് ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ 3 ഗ്രാമിലല്ല, ചിലപ്പോൾ 50-100 ഗ്രാം വരെയൊക്കെ ചിലർ കഴിക്കാറുണ്ട്. പക്ഷേ ഇത്രയും കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് നോക്കുന്ന സ്റ്റഡീസ് ഒന്നും നടത്തിയിട്ടുമില്ല. ഇനി മാക്ക റൂട്ടിൻ്റെ എക്സ്ട്രാക്ട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ
എക്സ്ട്രാക്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഒന്നിക്കൽ വാട്ടർ ബേസ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈതൈൽ എസ്റ്റർ ബേസ്ഡ് ആയിരിക്കണം. അപ്പോൾ നിങ്ങൾ മാക്ക റൂട്ട് അടങ്ങിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രിപ്പറേഷൻസ് തന്നെയാണോ എന്നുള്ളത് ലേബിൾ വായിച്ച് നോക്കുന്നത് നല്ലതാണ്. ഇനി മാക്ക റൂട്ടിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കുകയാണെങ്കിൽ അത് എക്സ്ട്രാക്ട്സ് ആണെങ്കിലും റൂട്ട് പൗഡർ ആണെന്നുണ്ടെങ്കിലും ഇത് ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കുന്നതാണ് നല്ലത്. എല്ലാ ദിവസവും കഴിക്കാം. 2-3 മാസം വരെ കഴിച്ചിട്ട് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ബെനിഫിറ്റ്സ് ഒന്നും കാണുന്നില്ലെങ്കിൽ അത് നിർത്തി വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഇത് തുടർന്ന് എല്ലാ ദിവസവും കഴിക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ നിങ്ങളുടെ ഡോക്ടേഴ്സുമായിട്ടൊന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ കുറേ കാലമായി ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ കാണണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ കൺസൾട്ടേഷൻസ് എളുപ്പത്തിൽ ബുക്ക് ചെയ്യാനും ഉറപ്പായിട്ടും കൺസൾട്ടേഷൻസ് നടത്താനും നിങ്ങൾക്ക് ഡോഫോഡി പോലത്തെ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലോ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള കൺസൾട്ടേഷൻസ് നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. മാക്ക റൂട്ട് അടങ്ങിയിട്ടുള്ള ഏത് തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് ആണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത്? നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇതെല്ലാം വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. സെക്ഷൽ ഫംഗ്ഷൻ ബൂസ്റ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഈ ചാനലിൽ ഞാൻ മുമ്പേ വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ ചാനലിലെ വീഡിയോസ് കാണുന്ന ഭൂരിപക്ഷം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.